അപ്പൊ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഈ വീഡിയോ എന്തായി തീരുമെന്നേ. ഇന്ന് കുഞ്ഞപ്പന് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്, ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രി എന്തോ ഓടിയാ കണ്ട, നമുക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. ആരോടെങ്കിലും മിണ്ടി അവൻ കണ്ണ് തെറ്റി ഇറങ്ങി ഇപ്പൊ മുറ്റത്തോട്ടോട്ടാണ് കേട്ടോ. ഒന്നും അത് ഈ വൈറ്റ് കളറായതുകൊണ്ട് പെട്ടെന്ന് മേത്തൊക്കെ ശഴുക്ക് പിടിക്കും. ഹാപ്പി കം കം. ഹാപ്പി കുട്ടനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം കാറില്ല. കാർ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവനെ കൊണ്ടുപോകായിരുന്നേ. നമ്മുടെ കാറ് വർക്ക്ഷോപ്പിലാണ് കംപ്ലൈന്റ് ആയിട്ട്. അപ്പൊ ബൈക്കിലാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 മാസം കുഞ്ഞപ്പന്റെ സ്കൂളിൽ അവധി കിട്ടിയിട്ട് നമ്മൾ എങ്ങോട്ടൊന്നും പോയൊന്നുമില്ല. അപ്പൊ ഇതാണ് ഇന്നലെ രാത്രി ചേട്ടൻ പറഞ്ഞിട്ട് രാവിലെ എങ്ങോട്ടെങ്കിലും പോയാലാന്ന്. രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ രാവിലെ ഒരു 6 മണിക്ക് എണീറ്റിട്ട് പിന്നെയും കിടന്നു. ഈ മഴയത്ത് എന്തായാലും ബൈക്കിൽ പോകാൻ പറ്റൂല. ഇപ്പൊ മഴയൊക്കെ മാറി, ഇപ്പൊ ഇറങ്ങാന്നാ വിചാരിക്കണതേ. പോകുന്ന വഴി മഴ ഉണ്ടാവുമോ, എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ ചെയ്യണമെന്നൊന്നും ഒരു ഇട്ടും പിടിയില്ല. കുഞ്ഞപ്പൻ പുതിയ ജേഴ്സി വാങ്ങിച്ചായിരുന്നു കേട്ടോ, സ്കൂളിൽ കളിക്കാൻ നേരത്തെ ഇടാൻ. അത് എടുത്തിട്ടിട്ടുണ്ട്. കാരണം പോകുന്ന വഴി വെള്ളത്തിൽ കളിക്കുകയാണെങ്കിൽ കളിക്കുവാണെങ്കിൽ ഈ ഉടുപ്പ് മതിയമ്മയെന്നും പറഞ്ഞ് ജേഴ്സി എടുത്തിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു ഷോർട്സിൽ കാണിച്ചില്ലേ, ഈ ടീഷർട്ട് ഞാൻ ട്രിപ്പിന് പോകുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചാണെന്ന്. അത് അച്ഛനെ ഒന്ന് കാണിച്ചു വെച്ചേ. അപ്പൊ ഇതാണ് ആ ടീഷർട്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇത് മേടിച്ച് വെച്ചേക്കാം എപ്പോഴെങ്കിലും ട്രിപ്പിന് പോകുമ്പോൾ ഇടാന്ന്. ഇതാണ് കേട്ടോ. അപ്പൊ ആ ജീൻസ് ഇത് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും ഇടുന്ന ജീൻസാണ്. ഭയങ്കര കംഫർട്ടാണ് ഈ ജീൻസ്, സ്ക്രാച്ചഡ് ജീൻസാണ്. ഇതിന്റെ ഉള്ളിൽ വേറെ ഉടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ ഒക്കെ കാണിച്ചെന്ന് പറയുമോ അതേപോലെ. ഇതിന്റെ ഉള്ളിൽ വേറെ ടീഷർട്ട് ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ വെള്ളത്തിൽ ഇടാൻ പറ്റിയ വേറെ പാൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനും 2 ഗൾഫീസാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു വെള്ളത്തിൽ കളിക്കാനാണോ? എനിക്ക് അറിയില്ല. വല്ല വെള്ളച്ചാട്ടം കാണുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങി കളിക്കാം, ഇല്ലെങ്കിൽ ചുമ്മാ ഇറങ്ങാം അല്ലേ ചേ? കുഞ്ഞപ്പാ വെള്ളച്ചാട്ടത്തിൽ കളിക്കണ ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഒരു സ്ഥലത്ത് പോയായിരുന്നു, അത് ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ വർഷം പോയാ, അതാണ് എനിക്ക് ഇഷ്ടം. ഐഡ്രൈവില്ലേ, വൈറ്റിലൊരു പാർക്ക് ഉണ്ട്, അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ. കുഞ്ഞിപ്പിന് അവിടെ പോകാനാണ് ഇപ്പോഴും ഇഷ്ടം. ലേഡീസിനും കുട്ടികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അച്ഛൻ അവിടെ നോക്കിയിരിക്കേണ്ടി വരും. അച്ഛക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അച്ഛക്കും കൂടി ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ എന്ന് പോകത്തുള്ളൂ. ഐഡ്രൈവിൽ പോകത്തില്ല. കുഞ്ഞവര് അവിടെ പോകണം പറഞ്ഞിരിക്കണം. അപ്പൊ ലെറ്റ്സ് ഗോ. ഹാപ്പി പോയിട്ട് വരട്ടെ, വേഗം വരാമേ. ഹാപ്പിക്ക് രാവിലെ തന്നെ ഹാപ്പിയുടെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഹാപ്പി ഫുഡും വെള്ളമൊക്കെ കുടിച്ച് ചേട്ടൻ കുറച്ച് എക്സ്ട്രാ ഫുഡും വെള്ളവും ആ കൂട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടാവും കുടിക്കണണ്ട. അപ്പൊ എന്തായാലും ഞങ്ങൾ വന്നവരെ അവൻ അതൊക്കെ മതിയായിരിക്കും അല്ലേ ഹാപ്പി കുട്ടാ? വേഗം വരാമേ. ഒരു 11-11:30 മണിയായപ്പോഴാണ് കേട്ടോ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഒരു മഴക്കോട്ട് പോലും ഇല്ലാണ്ടാണ് ഞങ്ങൾ പോണത്. കാരണം പോകുന്ന വഴി നല്ല മഴ പെയ്യുവാണ്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മുടെ യാത്ര തടസ്സപ്പെടുവാണെങ്കിൽ മാത്രം മഴക്കോട്ട് മേടിക്കുക എന്നാണ് നമ്മുടെ പ്ലാൻ. കാരണം എൻ്റെ ബാഗിൽ ഓൾറെഡി കുഞ്ഞപ്പൻ്റെ ഡ്രസ്സും അതും ഇതൊക്കെ ഉണ്ട്. ഇനി ഈ മഴക്കോട്ട മേടിച്ച് കുത്തി തിരികെ വെച്ചാൽ വെയിറ്റ് കൂടുമെന്ന്, അതെനിക്ക് പെടൽ വേദനകളാണ്. അപ്പോൾ ഈ ബാഗിൽ വെയിറ്റ് കൂടണ്ടല്ലോ എന്ന് ഓർത്താൽ മഴക്കോട്ടൊന്നും വാങ്ങിക്കാണ്ടിരുന്നത്. അപ്പോൾ അതേ ഒരു കടയിൽ കയറി നല്ല കനത്തിൽ തന്നെ ഒരു ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി അങ്ങോട്ട് കഴിച്ചു കേട്ടോ. കാരണം ഒരു ബിരിയാണി അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് നമുക്ക് മണിക്കൂറുകളോളം വിശക്കത്തില്ല. കുഞ്ഞപ്പനും ഞാനും ഒരു ബിരിയാണി 2 ആക്കിയാണ് തിന്നുന്നത്. വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. എനിക്ക് ഇതുവരെ ഒരു ബിരിയാണി ഫുള്ളായിട്ട് തിന്നാൻ പറ്റിയിട്ടില്ല. എനിക്ക് തീറ്റിക്കാരത്ത് ഞാൻ കുറച്ച് പിന്നോട്ടാണ്. അപ്പോൾ എന്ത് വാങ്ങിച്ചാലും ഞാനും കുഞ്ഞപ്പനും പപ്പാതി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നല്ല മഴ വീണുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴ ഫുൾ തോർന്ന്. എന്താണെന്നറിയാൻ പറ്റില്ല, നമ്മുടെ യാത്രയെ ഫുൾ അനുകൂലിച്ച് നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് മഴ നനയാണ്ട് വളരെ സുഖമായിട്ടാണ് കേട്ടോ നമ്മുടെ യാത്ര പോയത്. അത് ഈ മഴക്കാലത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബൈക്ക് നനഞ്ഞിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ബൈക്കൊന്ന് തുടച്ച് വെള്ളമൊക്കെ തട്ടിക്കളഞ്ഞ് നമ്മൾ പിന്നെയും കയറിയിരുന്ന് യാത്ര തുടർന്നു. എന്തൊരു അടിപൊളിയാണെന്ന് ഈ ബൈക്കിൽ പോകുമ്പോൾ. ഈ ഹിൽ പാലസ് എല്ലാവർക്കും അറിയില്ലേ, തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസാണ്. ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞപ്പൻ്റെ കയ്യിൽ ലൊക്കേഷൻ, കുഞ്ഞപ്പൻ്റെ കയ്യിൽ ഫോൺ കണ്ട അവനാണ് ലൊക്കേഷൻ നോക്കിയിട്ട് ചേട്ടന് ഈ സ്ഥലം മാപ്പ് നോക്കിയിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കണത്. കുഞ്ഞപ്പന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ സ്ഥലം പറഞ്ഞു കൊടുക്കൽ. റൈറ്റും ലെഫ്റ്റും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതേ പൈനാപ്പിൾ തോട്ടമൊക്കെ കടന്ന് ഞങ്ങൾ അങ്ങനെ പോകുകയാണ് കേട്ടോ. അടിപൊളിയെന്ന് പറഞ്ഞാൽ ഇത് മതി തന്നെ, നമ്മൾ അടുത്ത് എവിടെയെങ്കിലും പോയാൽ മതി. പക്ഷെ അത് തന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി ട്രിപ്പായിട്ട് മാറും അത്. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച കേൾക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചേട്ടാ ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച കേൾക്കണത് എടിയെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. 2 കയ്യിലും 2 ഫോൺ. എൻ്റെ കമ്മൽ ഊരിപ്പോയനെ ഇപ്പം. ഇവിടെ CCTV ഒന്നും ഇല്ലെന്നാ തോന്നുന്നു. ആരെങ്കിലും എടുത്തോണ്ട് പോകുമെന്ന് അറിയില്ല കേട്ടാ. അതെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട്, ഇട ദിവസം ആയതുകൊണ്ട് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ കുറച്ച് കാറ് മാത്രമേ കിടപ്പുള്ളേ. ഭയങ്കര ചീവീടിന്റെ സൗണ്ട്, ഭയങ്കര ചീവീടിന്റെ
ടിക്കറ്റിന്റെ സൗണ്ട്. ചെന്നിറങ്ങിയപ്പോ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ കണ്ട് കേട്ടോ. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അരീക്കൽ വാട്ടർഫാൾസ് എന്നൊരു ബോർഡൊക്കെ ഉണ്ട്. അപ്പൊ വലിയവർക്ക് വെറും 20 രൂപയുള്ളൂ കേട്ടോ ടിക്കറ്റിന്റെ വില. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി എടുത്തിട്ട് വെറും 40 രൂപ ആയുള്ളൂ. കുഞ്ഞപ്പന് ടിക്കറ്റ് ഒന്നും വേണ്ടി വന്നില്ല. ഒരു മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ആയി കാണുള്ളൂ കേട്ടോ. പെട്ടെന്ന് എത്തിയ പോലെ എനിക്ക് തോന്നുന്നു. ഇതാണ് നമ്മുടെ അരീക്കൽ വാട്ടർഫാൾസിന്റെ ആ എൻട്രൻസ്, കയറി ചെല്ലുന്ന വശം. അവിടെ തന്നെ കുറച്ച് ബേർഡ്സ് പാർക്ക്, തൊട്ടപ്പുറത്തൊരു ബേർഡ്സ് പാർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫ്ലക്സ് ഒക്കെ പോലെ വെച്ചിരിക്കുക. പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് ഞാൻ ആദ്യമായിട്ട് പോയൊരു വെള്ളച്ചാട്ടമേ. അവിടെ ഇതുപോലെ സ്റ്റെപ്പ് ഉണ്ട്. ഇറങ്ങി ഒരുപാട് ഇറങ്ങിയാലാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നമ്മൾ എത്തണത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അത്രയില്ല. പക്ഷെ എന്നാലും പണിയാണ്. നമ്മൾ ഇറങ്ങാൻ ഭയങ്കര ഈസി ആയിരുന്നു. കാരണം അവിടെ കളിച്ച് കുളിച്ച് വെള്ളച്ചാട്ടത്തിൽ കുറേ നേരത്തെ കളി കഴിഞ്ഞ് തിരിച്ച് കയറി വന്നപ്പോൾ എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നേ. കയറാൻ ഇത്തിരി പാടായിരുന്നു. പക്ഷെ ഇറങ്ങുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനും കുഞ്ഞപ്പനും ഭയങ്കര എൻജോയ് ചെയ്താണ് ഇറങ്ങിയത്. അധികം സ്റ്റെപ്പില്ല ഉണ്ട്, എന്നാലും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ സ്റ്റെപ്പ് വെച്ച് നോക്കുമ്പോൾ ഇത് അധികം ഇല്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അങ്ങനത്തെ നോക്കിക്കുന്നു. എന്റെ പൊന്നെ എന്തൊരു എനർജിയല്ലേ എനിക്ക് ഇറങ്ങുമ്പോൾ. തിരിച്ചു കയറുമ്പോൾ നോക്കിക്കോട്ടെ. ആദ്യം ഞാൻ പറഞ്ഞില്ല എങ്ങോട്ടാ പോണതെന്നൊന്നും വലിയ വ്യക്തത ഇല്ലാണ്ടാണ് ഈ പോണേന്ന്. സത്യമാണ്. കാരണം നല്ല മഴ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പോവില്ല. അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ എല്ലാം ഓക്കെ ആയിട്ട് വന്നുകൊണ്ട് നമ്മൾ ഈ അരീക്കൽ വാട്ടർഫാൾസ് വരെ എത്തി. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളോട് അങ്ങോട്ടാണ് പോണേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടം വരെ നമ്മൾ എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഞാൻ അവിടെ എത്തിയിട്ട് പറയാമെന്ന് വിചാരിച്ചിരുന്നത്. ചെന്നപ്പോൾ തന്നെ കുറേ കുട്ടീസ്, ഒരു 8-10 പിള്ളേരുണ്ട്, ചെറിയ പിള്ളേരുണ്ട്. പിന്നെ അവിടെ സൈഡിൽ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള റൂമും പിന്നെ ബാത്റൂമും ഉണ്ട്, ഡ്രസ്സിങ് റൂമും. നനഞ്ഞു കഴിയുമ്പോൾ ഉടുപ്പ് മാറ്റി വേറെ ഇടാനും ഒക്കെയുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ചെന്നത്. വെള്ളച്ചാട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഒരു വലിയ പ്ലാസ്റ്റിക് കിറ്റൊക്കെ എൻ്റെ ബാഗിലുണ്ട്. വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞ് ഈ ഉടുപ്പെടുത്ത് മടക്കി ഈ പ്ലാസ്റ്റിക് കിറ്റിലാക്കി കൊണ്ടുവരാമെന്നാണ് ഓർത്തത്. അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ പോയപ്പോഴേ ഇതുപോലെ നമുക്ക് അരുവിയിൽ കളിക്കാൻ പറ്റി. ആ വ്ലോഗ് കണ്ടവർക്കറിയാം നല്ല രീതിക്ക് ഇതുപോലെയല്ലേ, ഇതിലും വലിയ നീണ്ട അരുവിയായിരുന്നു. അരുവിയിൽ നല്ലോണം കളിക്കാൻ പറ്റി. പക്ഷെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി നിൽക്കാനോ, വെള്ളച്ചാട്ടം നമ്മുടെ തലയിൽ വീഴൊന്നൊന്നും പ്രതീക്ഷിക്കരുത്. അവിടെ ഭയങ്കര ഇത്തിരി ഡേഞ്ചറാണ്. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനും അങ്ങോട്ട് ഇറങ്ങാനും ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ഈ അരീക്കൽ വാട്ടർഫാൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ വെള്ളച്ചാട്ടം കണ്ടില്ലേ, നമുക്ക് അതിൻ്റെ അടുത്ത് പോയി ആ മലയുടെ മുകളിൽ അതിന്റെ മുകളിൽ കയറി ഇരുന്ന് ഈ തലവഴി വെള്ളച്ചാട്ടം വീഴും. നമ്മുടെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ കാണുന്ന കുഞ്ഞുമക്കളെല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്, നമ്മുടെ വീഡിയോ കാണുന്നവരാണ് കേട്ടോ. അപ്പോൾ ഒരാൾ അവിടെ അമ്മേനോട്, അമ്മേ പ്ലീസ് അമ്മ 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് വരാമേ, അവൻ പോകാൻ നിന്നതാ. പക്ഷെ നമ്മൾ വന്നുകൊണ്ട് അവൻ പോയില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും കുറേ നേരം നമ്മളുമായിട്ട് കളിച്ചിട്ടാണ് പോയത്. നമ്മുടെ വീടിൻ്റെ അത്രയും ദൂരം ഇല്ല. ഇവർ കുറച്ചുകൂടി അവിടെ അടുത്തുള്ള പിള്ളേരാണ്. എന്നാലും അവരെപ്പോഴും വരാറില്ല, ഇടയ്ക്ക് മാത്രമേ വരാറുള്ളൂ. എവിടെ പോയാലും ഇല്ലേ, നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ പിള്ളേരുള്ളത് കൊണ്ട് കുഞ്ഞപ്പൻ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകില്ല, ഒറ്റക്കാവൂല. കളിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും അവൻ്റെ കൂടെ ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും ആരെങ്കിലൊക്കെ ആയിട്ട് അവനുണ്ടാവും. സത്യമായിട്ടും കേട്ടോ, ഞാൻ എവിടെ പോയാലും എനിക്കത് ഇടയ്ക്ക് എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോകും. കാരണം എനിക്ക് കുഞ്ഞപ്പനെ ശ്രദ്ധിക്കേണ്ടി പോലും വരില്ല. കണ്ട ആ പിള്ളേർ എത്ര സൂക്ഷിച്ചാണ് അതിൻ്റെ മുകളിൽ അവനെ കയറ്റിയെന്ന് കണ്ട. നിങ്ങൾ കാണുന്ന പോലെയല്ല, ഭയങ്കര പാടെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കയറാൻ ഭയങ്കര പാടം. തെന്നി 1000 വട്ടം ഞാൻ തെന്നി താഴെ വീണ്. നമുക്ക് കയറാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ തെന്നി താഴെ വീണൊക്കെ വൻ കോമഡി ആയിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ഫോൺ കുറേ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. വെള്ളം നനഞ്ഞ് ഫോൺ കേടാവണ്ടല്ലോ എന്നോർത്ത് ഫോൺ പിന്നെ എടുത്ത് ബാഗിൽ വെച്ച് കേട്ടോ. കുറച്ച് സീനൊക്കെ ഷൂട്ട് ചെയ്തോളെ. അപ്പോൾ അവർ മറ്റേ വണ്ടർല പോലത്തെ ഒരു ഫീലാണ് പിള്ളേർക്ക്. വണ്ടർലയിൽ നമ്മൾ തെന്നിക്കളിക്കൂലേ, വീഗാലാൻഡ്, അവിടെ പോലെയാണ് പിള്ളേർ കളിച്ചുകൊണ്ടിരുന്നത്. പിള്ളേരൊക്കെ അവന്മാരും ഒരു വിധത്തിലാണ് കേട്ടോ കയറുന്നത്. വേറെ അപകടവും സീനൊന്നും ഇല്ല. നമ്മൾ നല്ല സുഖമായിട്ട് തെന്നി താഴത്തോട്ട് വരും. പണ്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവസാനമായിട്ട് വണ്ടർലയിൽ പോയത്. പിന്നെ ഇത്രയും കൊല്ലമായിട്ട് വണ്ടർലയിൽ പോയിട്ടില്ല കേട്ടോ. കുഞ്ഞപ്പന് നല്ല ആഗ്രഹമുണ്ട് വണ്ടർലയിൽ പോകാൻ. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവൻ ഏകദേശം ആ ആഗ്രഹമൊക്കെ ഒന്ന് ഒതുങ്ങി. കാരണം ഇവിടെ അടിപൊളിയാണെന്നേ വണ്ടർല. പക്ഷേ ഇതിലും അടിപൊളിയാണെന്ന് തോന്നണല്ലേ. കുറേ നാളായിട്ട് പോകാത്തതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഒരു ഫീലൊക്കെ മറന്നുപോയി. ഇനി ഒരു ദിവസം അവിടെ പോയി നോക്കണം. പക്ഷേ ഇത് നാച്ചുറലാണല്ലേ, അതൊക്കെ അവരുണ്ടാക്കി വെച്ചേക്കണമല്ലേ അവിടെയുള്ള എല്ലാ സാധനങ്ങളും. ഇത് മൊത്തം നാച്ചുറലാണ്, പ്രകൃതിദത്തമായ വെള്ളച്ചാട്ടം. അവസാനം ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒരു വിധത്തിൽ മോളിൽ കയറി ഇരുന്ന് കേട്ടാ. എൻ്റെ പൊന്നെ ആ കയറ്റം ഭയങ്കര കയറ്റായിരുന്നു. കുഞ്ഞപ്പനെയും കൊണ്ട് മുകളിലേക്ക് കുഞ്ഞപ്പൻ പിടിച്ച് ഒരു വിധത്തിൽ കയറി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടാ. കാരണം ഈ ഫോൺ ഞാൻ അപ്പം കൊണ്ട് ബാഗിൽ വെക്കും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ എടുത്തോണ്ട് വരും, പിന്നെയും കൊണ്ട് വെക്കും, പിന്നെ എടുത്തോണ്ട് വരും.
അങ്ങനെ ഞങ്ങൾ കളിച്ച് ഒരു പരുവായപ്പോൾ ചേട്ടൻ പതിയെ ഡ്രസ്സൊക്കെ മാറി ചേട്ടനും ഇറങ്ങി കേട്ടോ. അത്ര നേരം ചേട്ടൻ ഞങ്ങളുടെ കളിയും കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കായിരുന്നേ. അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ശ്രമം അങ്ങോട്ട് തുടങ്ങി. ശ്രമിച്ച് അവസാനം വിജയിച്ചു. ഗൈസ് എത്ര പ്രാവശ്യം ഞാൻ തെന്നി താഴെ വീണെന്നറിയാമോ. ആ വീഡിയോ ഒക്കെ എടുത്തിരുന്നെങ്കിൽ കോമഡി ആയേനെ ഒരു വിധത്തിൽ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഇപ്പം തന്നെ കാലുവേന, നടുവേന, മുതുകുവേന, പെടലുവേന, കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊക്കെ കയറണത് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റത്തില്ല. ഇപ്പം നല്ല പ്രായത്തിൽ മാത്രമേ ഇതൊക്കെ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വലിഞ്ഞ് എങ്ങനെയെങ്ങാണ്ടൊക്കെ ഞാൻ ശ്രമിച്ച് മോളിൽ കയറി കേട്ടാ. എൻ്റെ പോനെ എന്നിട്ട് ആ നെറുകന്തലയിൽ ആ വെള്ളം വീണപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അത് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഡ്രസ്സൊക്കെ ഉണ്ട്, ഡ്രസ്സ് മാറാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന്. ഞാനപ്പോൾ എല്ലാ ഡ്രസ്സൊക്കെ മാറി പിഴിഞ്ഞ് നമ്മുടെ കിറ്റ് കൊണ്ടുപോയി നന്നായി ആ കിറ്റിലാക്കി വെച്ച് ദേ 2 മക്കളൊക്കെ ഉണ്ടില്ലേ അവർക്ക് കയറാൻ പറ്റാഞ്ഞിട്ട് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്ത് പിടിച്ച് മുകളിലൊക്കെ കയറ്റി ഇരുത്തി കേട്ടോ ഞങ്ങളുടെ കൂടെ. അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മോളിൽ നിന്ന് വീഴുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് കളിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് കളിച്ചിട്ടില്ലേ. ചെറിയ അരുവിയിലും വെള്ളത്തിലും ഒക്കെയാണ് കിടന്നേക്കണത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു കടയുണ്ടെന്ന്. വിശന്നിട്ട് വയ്യ കേട്ടോ. കാരണം ഞങ്ങൾ അത്രയും നേരം വെള്ളത്തിൽ കിടന്നില്ലേ. നല്ല കോഫി, ഞാൻ ചേട്ടൻ കോഫി വാങ്ങിച്ച് കുടിച്ച്. കുഞ്ഞപ്പനൊരു ബൂസ്റ്റാണ് വാങ്ങിച്ചത്. പിന്നെ അവിടെ പഴംപൊരി അടിപൊളി പഴംപൊരിയായിരുന്നു. പക്ഷെ ചൂടില്ലായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഉള്ളിവട ഉണ്ടായിരുന്നു, അത് ഇത് അങ്ങനെ വയറ് നിറച്ച് ഞങ്ങൾ അതെല്ലാം മേടിച്ച് തിന്നു. കാരണം വിശന്നിട്ട് പാടില്ല. ശരിക്കൂലേ ആ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയും തലയൊക്കെ തോർത്തി ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ എന്തൊരു ഫ്രഷ് ഫീലായിരുന്നു അറിയാവാ. എനിക്ക് എന്തോരം വേദനകളുള്ളതാ, ശരീരം വേദന. പക്ഷെ അതൊക്കെ ഞാൻ മറന്നുപോയി. എനിക്ക് അവിടെ വെച്ച് ഒന്നും ഫീൽ ചെയ്തില്ല സത്യം പറഞ്ഞാൽ. പിറ്റേ ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എണീക്കാൻ പറ്റണില്ലായിരുന്നു കേട്ടോ. ആ ശരീരം വേദന കൊണ്ട് വയ്യായിരുന്നു. ആദ്യം ഇറങ്ങി വന്നപ്പോൾ എൻ്റെ എനർജി നിങ്ങൾ കണ്ടതല്ലേ, നല്ല പാട്ടും പാടിയല്ലേ വന്നത്. ഇതിപ്പോൾ തിരിച്ച് കയറുന്ന ഒന്ന് നോക്കിക്കോട്ടാ. അടിപൊളിയായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. എല്ലാവരും വന്നോന്നൊക്കെയാണ് ഇന്ന് ഞാൻ പറയണത്. അപ്പോൾ നോക്കിക്കേ, ദൂരെ നിന്നിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിൽ നിന്നിട്ടുള്ള ആ വ്യൂ എന്തു ഭംഗിയാ. ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴും അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് പോയത്. ശനി ഞായറുമാണ് പോകുന്നതെങ്കിൽ ഇതിലും നല്ല തിരക്കായിരിക്കും. തിരക്കില്ലാത്തപ്പോൾ പോകണം എല്ലാവരും. തിരക്കുള്ളപ്പോൾ പോയി കഴിഞ്ഞിട്ട് ഒരു സുഖമില്ല. തിരക്കില്ലാത്തപ്പോൾ പോണേ. എൻ്റെ പൊന്നെ 18-ാം പടി കയറണ പോലെ ഞാൻ ഒരു വിധത്തിൽ കയറി മോളി വന്ന് കഴിയുമ്പോൾ തന്നെ അതെ നമ്മൾ ആ ടിക്കറ്റ് എടുത്ത സ്ഥലമില്ലേ, ടിക്കറ്റ് എടുത്ത സ്ഥലത്തു നിന്ന് തന്നെ നമുക്കൊരു നോട്ടീസ് തന്നു. അപ്പോൾ ഇതെവിടെ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാണെന്ന്. ഇച്ചിരി അങ്ങോട്ട് നടന്നപ്പോൾ ഒരു ബേർഡ്സ് പാർക്ക്. അപ്പോൾ എനിക്ക് അവിടെ പോകണമെന്നില്ലായിരുന്നു. പക്ഷെ എന്താണെങ്കിലും ഇവിടം വരെ വന്നല്ലേ എന്ന് ഓർത്ത് കയറിയതാണ്. പക്ഷെ കൊള്ളാട്ടാ, ഒരുപാട് പാരറ്റ്സിനെ കാണാൻ പറ്റി. ഞാൻ ഷോർട്സിൽ പറഞ്ഞില്ലേ. ചെന്നപ്പോൾ തന്നെ ആ ചേട്ടൻ ഓരോ പ്ലേറ്റ് തന്നു ഞങ്ങളുടെ 3 പേരുടെയും കയ്യിൽ. എന്നിട്ട് ഒരു ഇച്ചിരി വീതം ഫുഡ് ഇട്ട് തന്നു അതിൻ്റെ അകത്തെ. എൻ്റെ പിന്നെ എന്തോരം തത്തമ്മകളാണ് വന്നിരുന്നത്. നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ. ഇവരെല്ലാം ഫ്രം ഓസ്ട്രേലിയ എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. എല്ലാവരും ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നാന്നാണ് പറഞ്ഞത്. എന്തൊരു രസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കളറാണ്. ഓരോ തത്തമ്മയ്ക്കും ഓരോ കളറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. ആദ്യം ഇവരെയാണ് കണ്ടത്. അപ്പം ഞാൻ ഓർത്ത് ഈ തത്തമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അകത്തേക്ക് കയറിയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. ഇവർ മാത്രമല്ല കേട്ടോ, ഞാൻ ഇതുവരെ കാണാത്ത അത്രയും വെറൈറ്റി ടൈപ്പ് പാരൻസ് ഉണ്ടായിരുന്നേ. അപ്പോൾ എന്താണ് ആ ഫുഡെന്ന് ഞാൻ ചേട്ടനോട് ചോദിക്കാൻ മറന്നു. എന്തോ സാധനം ഇങ്ങനെ അരിഞ്ഞിട്ട് തന്നു കേട്ടോ പ്ലേറ്റിൽ. അപ്പോൾ അതുങ്ങൾക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. കുഞ്ഞപ്പനാണെങ്കിൽ നല്ല പേടിയുണ്ട് കേട്ടോ, കൊത്തുവോന്ന്. കുഞ്ഞപ്പൻ എന്നിട്ട് ഒരു വിധത്തിലാണ് അതും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവസാനം ചേട്ടൻ്റെ പ്ലേറ്റ് ചേട്ടൻ എൻ്റെ തന്നെന്ന് തോന്നണേ. അപ്പം 2 പ്ലേറ്റിൽ നിറച്ച് വന്നിരുന്നു. അപ്പോൾ കുഞ്ഞപ്പൻ്റെ ധൈര്യപൂർവ്വം ഒരാളെ കയ്യിലൊക്കെ എടുത്ത് വെച്ച് നിൽപ്പുണ്ട് കേട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് ഒരു മുയൽ കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ഒരു പാവനെ പോലെ തോന്നും. ഈ കടയിലൊക്കെ ഇരിക്കുന്ന മുയലിന്റെ പാവനെ പോലെ തോന്നും. പിന്നെ കുറെ പാമ്പുകളുണ്ട്. ഈ പാമ്പുകളൊക്കെ ഇതിനു മുമ്പ് പല സ്ഥലത്ത് വെച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവന്റെ പേരെന്തായിരുന്നു? ഇത് ചെറിയൊരു മുള്ളമ്പന്നിനെ പോലെ തോന്നി കേട്ടോ. നിറച്ച് മുള്ളുണ്ട് ഇതിന്റെ മേത്തെ. ഇതിന്റെ പേരെന്താന്ന് മറന്നുപോയി. പിന്നെ ഇത് ഹാംസ്റ്റർ ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒന്നിനെ കണ്ടില്ലേ, ഞാൻ ഷോർട്സിൽ കാണിച്ചില്ലേ, ഭയങ്കര ഉറക്കാണ്, കണ്ണുപോലും തുറക്കാത്തതാണ്. ആരടാ ഞങ്ങളുടെ ബാഗ് കുത്തണം? കള്ള കുഞ്ഞപ്പാ അമ്മ മക്കുന്റെ അടുത്ത്. ഹായ് മധു.
പേപ്പർ അടിക്കാൻ നോക്കണം. അതായത് ഞാൻ കൈ ചുരുട്ടി പിടിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ, ഫുഡ് കയ്യിൽ ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട് ഈ തത്തമ്മാള് വന്നിട്ട് എന്റെ കയ്യിലിട്ട് കൊത്തി എന്റെ കൈ തുറപ്പിച്ച് കേട്ടാ. അത് കഴിഞ്ഞ് ഈ റെഡ് തത്തമ്മേനെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റെഡ് ആയിട്ടൊരു തത്തമ്മേനെ കാണുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരുപാട് വെറൈറ്റി കളേഴ്സ് തത്തമ്മ ഉണ്ടായിരുന്നെന്ന്. ഈ തത്തമ്മാൾ ആരാ മോനെന്നറിയാവാ, നമ്മുടെ കയ്യിലിരിക്കും, മേത്തിരിക്കും, എല്ലായിടത്തും ഇരിക്കും. പക്ഷെ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ അവരുടെ മേത്ത് തൊടുന്ന അവർക്ക് ഇഷ്ടമല്ല. ഈ തത്തമ്മേനെ നോക്കിക്കേ, എൻ്റെ പിന്നെ സാധനം. അതിന്റെ മുഖം മൊത്തം വയലറ്റ് കളറ്, പിന്നെ റെഡ്, ഗ്രീൻ, യെല്ലോ, ഇല്ലാത്ത കളറൊന്നുമില്ല, മൊത്തം കളറുണ്ട്. എൻ്റെ പോലെ എന്തൊരു ഭംഗി. അപ്പൊ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇത് നിങ്ങൾ വല്ല കളറ് മുക്കണാണോ ചേട്ടാ? ആ ചേട്ടൻ കിടന്ന് ചിരിയായിരുന്നു കേട്ടാ. മോളെ കളറ് മുക്കിയാലും ഒരു കളറല്ലേ ഇത് നോക്കിക്കേ, എൻ്റെ വിരൽ തടഞ്ഞു പിടിച്ചേക്കണ നോക്കിക്കേ ഒരാള്. ഞാൻ അവൻ്റെ മേത്ത് തൊടാൻ ചെന്നിട്ട് ഒരു കൈ കൊണ്ട് അവൻ കഴിക്കണതിൻ്റെ കോൺസെൻട്രേഷനിലാണ്, മറ്റേ കൈ കൊണ്ട് എന്നെ തൊടല്ലേ എന്നും പറഞ്ഞ് എൻ്റെ കൈ കൊത്തണ്, എൻ്റെ കൈയിനെ കൊത്തി പറിക്കണ്, എൻ്റെ കൈയിനെ. അത് കഴിഞ്ഞപ്പോ കുഞ്ഞപ്പനാണ് കേട്ടോ ഇത് കാണിച്ചു തന്നത്. രണ്ടുപേര് തറയിൽ കിടന്ന് ഭയങ്കര അടിയോടടിയായിരുന്നു കേട്ടോ. ഒരേ വർഗത്തിൽപ്പെട്ട ആൾക്കാർ തമ്മിലാണ് ഇടിവെക്കുള്ളേ. അങ്ങനെ അതെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് അവിടെ വിർച്വൽ വേൾഡ് ഉണ്ടായിരുന്നത്. ഇതിന് 100 രൂപയാണ് കേട്ടോ. അവിടെ പുറകിൽ നിന്ന് മോൻ നല്ല കരച്ചിലായിരുന്നു. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ പേടിയായി, ഇനി കുഞ്ഞപ്പനും കിടന്ന് കാറി പൊളിക്കുമോന്ന്. കുറെ ഡൈനോസറിന്റെ ഇതൊക്കെയാണെന്ന് അവിടെ നിന്നൊരു ലേഡി പറഞ്ഞു കേട്ടാ. അങ്ങനെ കുഞ്ഞപ്പൻ്റെ എനിക്ക് പേടിയില്ല, ഞാൻ കരയത്തില്ലെന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് കയറിയതാണ് കേട്ടോ. പക്ഷെ അവൻ കരഞ്ഞൊന്നുമില്ല. പിന്നെ വേറൊരു മോനുണ്ടായിരുന്നു കേട്ടോ, അവനും ഒന്നും കരഞ്ഞൊന്നുമില്ല. ചിലവർക്ക് കരയത്തില്ല, പക്ഷെ ചിലവർക്ക് പേടിയാവും. ഞാനാണ് കയറിയിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു കൂകി വിളിച്ചേനെ. കാരണം എനിക്കിങ്ങനെ ഹൈറ്റ്, ഇങ്ങനെ ഭയങ്കര മോളിൽ പോയിട്ട് പെട്ടെന്ന് താഴത്തോട്ട് വരുന്നു, അങ്ങനെ കാണുന്നു, ഇങ്ങനെ കാണുന്നു, എനിക്ക് അങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര പേടിയാണ്. ഹൈറ്റ് എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ കുഞ്ഞപ്പൻ അങ്ങനത്തെ പേടിയില്ല. അതുകൊണ്ട് അവൻ അവിടെ ഭയങ്കര കൂളായിട്ട് നിന്ന് മൊത്തം കണ്ട. അവൻ്റെ പുറകെ ഒരു ബ്ലൂ ടീഷർട്ട് ഇട്ട മോനെ കണ്ടില്ലേ, അവനും കരഞ്ഞൊന്നുമില്ല, അവനും കൂളായിട്ട് നിന്നെല്ലാം കണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ നേരത്തെ കളിച്ച വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മുകളിലത്തെ വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഇതിന്റെ ഏറ്റവും താഴെയാണ് നിന്നിരുന്നത്. അതെ, അവിടെ കാണുന്നത് ആ ബേഡ്സ് പാർക്ക്, ഇവിടെ കാണുന്ന വെള്ളച്ചാട്ടം. ഈ ഒരു വെയിൽ കണ്ട, ഒരു ഗ്രീൻ കളറില ആ ഒരു വെയിലിയുടെ ഗ്യാപ്പേ ഉള്ളൂ. നമുക്ക് നടന്നു പോകായിരുന്നു ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഈ ബേഡ്സ് പാർക്കിലോട്ടെ. ബൈക്കിൽ പോലും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബൈക്കും എടുത്ത് നേരെ വീട്ടിലോട്ട് പോവാണ്. എൻ്റെ പൊന്നെ അടിപൊളി എന്ന് വെച്ചാൽ എനിക്ക് യാത്രാക്ഷീണം പോലും തോന്നിയില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് എഴുപുന്നേന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റി. കളിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് പക്ഷികളെയും കണ്ട് നേരെ വീട്ടിലോട്ടും. ഒട്ടും എന്താ പറയുക, സമയം എടുത്തില്ല. നമുക്കൊരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് 1 ഡേ പോലും എടുക്കൂല കേട്ടോ. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ 1 ഡേ പോലും ഇല്ല. ഒരു 1.25 മണിക്കൂറൊക്കെ മതി ഇവിടെ എത്താൻ. കളിച്ച് ഒരു 1-2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു, തിരിച്ച് കയറി നേരെ വീട്ടിലെത്തി. പെട്ടെന്ന് വീട്ടിലും എത്തി കേട്ടാ. രാത്രിയൊന്നും ആയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പയ്യെ ആസ്വദിച്ചൊക്കെ വന്നതുകൊണ്ടാണ് പിന്നെ സന്ധ്യ ആയത്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് നിങ്ങൾ മറക്കണ്ട, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് വേറെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ നമ്മളെല്ലാം കാണിക്കുന്നുണ്ട്. അരീക്കൽ വാട്ടർഫോൾസ് എന്നാണ് പേര് ഈ വെള്ളച്ചാട്ടത്തിന്റെ. എറണാകുളത്താണ് കേട്ടോ. അപ്പൊ അതേ തിരിച്ച് നമ്മൾ വരാൻ നേരത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തിരിച്ച് വരാൻ നേരത്ത് അവിടെ ഒരു റെയിൽവേ ക്രോസ് അട കിട്ടി. പിന്നെ നമ്മൾ നമ്മുടെ വീടിന് അടുത്ത് വരെ എത്തിക്കഴിഞ്ഞാണ് ഫുഡൊക്കെ കഴിച്ചത്. ഞാൻ ഈ ഷവായ അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ചേട്ടൻ ഇങ്ങനെ മേടിച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഈ സാധനം ഇതുവരെ വേണമെന്നും തോന്നിയിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു അന്ന് വാങ്ങിച്ച ഷവായ ഇല്ലേ, അത് തന്നെ മതിയെന്നേ. ഇതാണ് കേട്ടോ ആ ഗ്രേവി ഇല്ലേ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ആ ഷവായക്ക്. അപ്പം ഞങ്ങൾ ഷവായാണ് പറഞ്ഞത്. കൂടെ കുബൂസ് പിന്നെ മറ്റേ ചായയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അട്ടിപ്പൺ ടേസ്റ്റാണ്. എനിക്ക് ഇപ്പോഴും പറയുമ്പോഴും അത് വെള്ളം വരുന്നു വായിൽ. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഷവായ. അങ്ങനെ കുഞ്ഞപ്പന് ഞാൻ ചിക്കൻ ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുത്തു കേട്ടോ സൈഡിൽ. അവൻ ഇച്ചിരി ഒരു ശകല എരിവുണ്ട്. പിള്ളേർക്ക് ആ എരിവ് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കുഞ്ഞപ്പന് ആ എരിവ് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞപ്പന് ഞാൻ ചിക്കൻ മാത്രം പിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോഴേ ചേട്ടൻ പറഞ്ഞു, അയ്യോ പണി വാളയടി പോസ്റ്റ് ആയെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, മഴ കഴിഞ്ഞിട്ട് പോയാൽ മതി, ബൈക്കിലല്ലേ, അല്ലെങ്കിൽ നനയുമല്ലോ. അങ്ങനെ കൈയൊക്കെ കഴിയും. ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ച് അവിടെ കുറേ നേരം നിന്ന് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ രാത്രിയായത്. മഴ ചതിച്ച് നമ്മളാ എപ്പോൾ ലാസ്റ്റ് വീടിനടുത്ത് എത്താറായപ്പോൾ. അതുകൊണ്ട് സീനില്ലായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ.